ഈ ഫാറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്ന എല്ലാ വ്യക്തികളും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് ഇതിനകത്തെ അക്കത്തെ വിശ്വസിക്കുക എന്നുള്ളത്. ആദ്യത്തെ ദിവസം 85 ആയിരിക്കും, രണ്ടാമത്തെ ദിവസം അത് 84 കാണും, മൂന്നാമത്തെ ദിവസം നോക്കുമ്പോൾ 86. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. വെയിൻ സ്കെയിലിൽ കാണുന്ന ആ അക്കം 85 എന്ന് പറയുന്ന നിങ്ങളുടെ ശരീരഭാരം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബോൺ വെയിറ്റ് ഉണ്ട്, വാട്ടർ വെയിറ്റ് ഉണ്ട്, മസിൽ മാസിന്റെ വെയിറ്റ് ഉണ്ട്, കൊഴുപ്പിന്റെ വെയിറ്റ് ഉണ്ട്, അതുപോലെ നിങ്ങളുടെ ഇന്റേണൽ ഓർഗൻസിന്റെ വെയിറ്റ് ഉണ്ട്, നിങ്ങളുടെ സ്കിന്നിന്റെ വെയിറ്റ് ഉണ്ട്. ഇതിന്റെ എല്ലാം വെയിറ്റ് ആണ് അവിടെ റിഫ്ലക്റ്റ് ആയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന പല ഭക്ഷണവും പ്രൊപ്പോർഷൻ ചേഞ്ച് ചെയ്താൽ തന്നെ ഈ വെയിൻ സ്കെയിലിൽ അതിന്റെ മാറ്റം അറിയാൻ പറ്റും. യഥാർത്ഥത്തിൽ നിങ്ങൾ ഡയറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കും, അല്ലെ കാർബോഹൈഡ്രേറ്റ് മൊത്തത്തിൽ ഇല്ലാതാക്കും. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 100 ഗ്രാം ഓഫ് കാർബോഹൈഡ്രേറ്റ് നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 400 ഗ്രാമോളം വെള്ളം സൂക്ഷിച്ചെങ്കിലേ ഇതിനെ ഗ്ലൈക്കജൻ റിസർവ് ആയിട്ട് ശരീരത്തിൽ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് ഓരോ ദിവസം കഴിക്കുന്നതിന്റെ അളവ് അനുസരിച്ച് നമ്മുടെ വെയിൻ സ്കെയിലിലെ ഭാരത്തിന്റെ ആ ഫിഗർ മാറിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ റീസൺ, നിങ്ങളിപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം തീരെ കുറയ്ക്കുന്നെങ്കിൽ നിങ്ങളുടെ മസിലിന്റെ മാസ് തീരെ കുറഞ്ഞു പോകും. അപ്പൊ ഈ എല്ലാ ദിവസവും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മസിലിന്റെ മാസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാനും പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തത് കൊഴുപ്പ്. ഇത് കുറയ്ക്കാനാണ് യഥാർത്ഥത്തിൽ എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ നോർമൽ വെയിൻ സ്കെയില് സത്യം പറയാൻ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കും, തെറ്റായ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിപ്പിക്കും. അപ്പോൾ യഥാർത്ഥ ഒരു ഫാറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ബോഡി കോമ്പോസിഷൻ അനലൈസർ എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ടാവും. ആ മെഷീനകത്ത് നമുക്ക് കൃത്യമായ എത്ര ശതമാനം കൊഴുപ്പാണ്, അതുപോലെ എത്ര ശതമാനം ലീൻ മസിൽ മാസ് ഉണ്ട്, നമ്മുടെ ബോണിന്റെ വെയിറ്റ് എത്രയുണ്ട്, വാട്ടർ വെയിറ്റ് എത്രയുണ്ട് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് കിട്ടും. ഡെയിലി വെയിൻ സ്കെയിലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ മന്ത്ലി ജിമ്മിൽ പോയി ഫുൾ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര ഫാറ്റ് പോയെന്നും നമുക്കതിനെ കറക്റ്റ് റെക്ടിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം. ബൈ.